തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് തൊട്ടുമുൻപ് സർക്കാരിന്റെ അവസാന ബജറ്റിൽ ജനക്ഷേമ പ്രഖ്യാപനങ്ങൾ. അംഗനവാടി ആശാവർക്കർമാർക്കും പ്രൈമറി സ്കൂൾ ടീച്ചർമാർക്കും 1000 രൂപ ശമ്പള വർധനവ്. പ്രതീക്ഷിച്ചിരുന്ന സാമൂഹ്യക്ഷേമ പെൻഷനിൽ വർധനവില്ല. ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപിച്ചും ക്ഷാമബദ്ധ കുടിശ്ശിക നൽകിയും അഷ്വേർഡ് പെൻഷൻ നടപ്പാക്കിയും ജീവനക്കാർക്കായി നിർണായക പ്രഖ്യാപനങ്ങളാണ് ഉണ്ടായത്. ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പായി പരമാവധി മേഖലകളെ തൃപ്തിപ്പെടുത്തിയ ജനകീയ ബജറ്റ്. സാധാരണക്കാരന് പ്രയോജനകരമാകുന്ന നിരവധി പ്രഖ്യാപനങ്ങൾ ഒറ്റനോട്ടത്തിൽ ബജറ്റിൽ കാണാം. അംഗനവാടി ആശാവർക്കർമാർക്കും പ്രീ പ്രൈമറി അധ്യാപകർക്കും സാക്ഷരതാ പ്രേരകമാർക്കും 1000 രൂപ ഓണറേറിയം വർദ്ധിപ്പിച്ചു. ഏവരും കാത്തിരുന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ ഉയർത്തിയില്ല. എന്നാൽ 1-2 പിണറായി സർക്കാർ ഇതിനായി ചെലവഴിച്ച തുകയുടെ കണക്കുകൾ വിവരിച്ചു കാട്ടി. പ്രതീക്ഷിച്ച പോലെ തന്നെ സർക്കാർ ജീവനക്കാരെ കയ്യിലെടുക്കാൻ നിർണായക പ്രഖ്യാപനങ്ങൾ നടത്തി. ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപിച്ചു. 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. അഷ്വേർഡ് പെൻഷൻ ഏപ്രിൽ മുതൽ നടപ്പാക്കും. ക്ഷാമബത്ത കുടിശ്ശിക അടുത്ത മാസം മുതൽ നൽകി തുടങ്ങും. ഒരു ഗഡു DA ഫെബ്രുവരി മാസത്തെ ശമ്പളത്തോടൊപ്പം നൽകുന്നതാണ്. നിലവിൽ അവശേഷിക്കുന്ന ഗഡുകൾ പൂർണ്ണമായും മാർച്ച് മാസത്തെ ശമ്പളത്തോടൊപ്പം അനുവദിക്കും. സർ, DAയുടെയും DRന്റെയും കുടിശ്ശിക ഘട്ടം ഘട്ടമായി കൊടുത്തു തീർക്കും. ആദ്യ ഗഡു ബജറ്റ് വർഷത്തിൽ തന്നെ നൽകുന്നതിന് തുക ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. വിവിധ മേഖലകളിൽ സാമ്പത്തികമായും സാമൂഹ്യമായും പിന്നാക്കം നിൽക്കുന്നവർക്കായി പ്രഖ്യാപനങ്ങൾ വാരിക്കോരി നടത്തിയിരിക്കുകയാണ് സർക്കാർ ഈ അവസാന കാലത്ത്. പക്ഷേ ഇവ നടപ്പാക്കാനുള്ള വിഭവ സമാഹരണവും നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിയും 2 മാസങ്ങൾക്കപ്പുറം വരുന്ന പുതിയ സർക്കാരിന് വെല്ലുവിളിയാകുമെന്നതിൽ സംശയമില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം.